സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം നിലവിൽ എന്താണ് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള വാർത്ത കേരളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ നോർമൽ ടാക്സി ഡ്രൈവേഴ്സ് തമ്മിലുള്ള വാക്പോര് മാത്രമല്ല കയ്യാങ്കളി, അതുപോലെ അടിപിടി ഇതൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രചരിക്കേണ്ടായ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ പറഞ്ഞ വണ്ടി തടഞ്ഞു നിർത്തണം, വണ്ടിയുള്ള ആൾക്കാരെ ഇറക്കി വിടണമൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇത് എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിലവിൽ 2 ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി നമ്മൾ ഗണേഷ് കുമാർ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്താ പറയുക, നമുക്ക് ടാക്സി അസോസിയേഷൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗണേഷ് കുമാർ സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ 2 പേര് മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ. ഈ പറഞ്ഞ ഓല, ഊബർ, ഇപ്പോൾ ഈ 2 കമ്പനി മാത്രമേ പുള്ളി എടുത്ത് പറയുന്നുള്ളൂ. കാരണം വെച്ചാൽ ഈ ഒരു 2 കമ്പനിയാണ് ഇപ്പോൾ ഈ നാട്ടുകാർക്കെല്ലാം സുപരിചിതമായിട്ടുള്ള പേര്. സോ ഈ 2 കമ്പനി എടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല വേറെ കുറേ കമ്പനീസ് പുള്ളി പറയുന്നുണ്ട്. പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനീസ് കേരള ഗവൺമെൻറ് അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ ഓൺലൈൻ ടാക്സി ഓടുന്നതിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാൽ ഈ രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടൽ അവർക്ക് ഓപ്പൺ ആണ്. അവർക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ അടച്ച് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കേരളത്തിൽ സവാരി നടത്താൻ ഓടാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. ഇത് മറ്റൊരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രാൻസ്പോർട്ട് ഭാഗത്ത് വിട്ടിട്ട് ഈ പറയുന്ന ഡ്രൈവർ അസോസിയേഷൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പ്രത്യേകിച്ച് ഒരു ഫെയർ സ്ട്രക്ചർ അവർക്കുണ്ട്. പക്ഷേ എന്നാൽ ആ ഫെയർ സ്ട്രക്ചറിനേക്കാളും വളരെ എന്ന് വെച്ചാൽ തുച്ഛമായ വിലയ്ക്കാണ് ഈ പറയുന്ന ഊബർ അതുപോലെ തന്നെ ഓലയൊക്കെ ഓടുന്നുണ്ട്. സോ അത് മുഖാന്തരം അവരെ വരുമാന മാർഗം വളരെയധികം ഇടിയുന്നുണ്ട്. മാത്രമല്ല അവർ ജീവിതമാർഗം വളരെ ബുദ്ധിമുട്ടിലാണെന്നാണ് അവർ പറയുന്നത്. ആസ് എ നോർമൽ പേഴ്സൻ്റെ ഒരു ചോദ്യം അത് ഞാൻ ഇവിടെ ചോദിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന കാശ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ്, അത് ഉപയോഗിച്ച് ഞാൻ എവിടെ പോകണം, ഏത് മാർഗം പോകണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കാനുള്ളത്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം ഒരു സ്ഥലം വരെ പോകണമെങ്കിൽ എനിക്ക് കാറിൽ പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഓട്ടോയിൽ പോവാം, അല്ലെങ്കിൽ സൈക്കിളിൽ പോവാം, ഇല്ലെങ്കിൽ ബൈക്കിൽ പോവാം, അല്ലെങ്കിൽ ബസ് പിടിച്ച് പോവാം. ഇത് എൻ്റെ കാശ് എവിടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് എൻ്റെ അവകാശമാണ്. അപ്പം ഞാൻ ചൂസ് ചെയ്യുന്ന മോഡായിരിക്കും ഞാൻ പോകേണ്ടത്. അതല്ലാതെ ഞാനൊരു മോഡ് ചൂസ് ചെയ്യുമ്പോൾ വേറൊരാൾ തേർഡ് പാർട്ടി, ഇതുവരെ നമ്മളെ ഫ്രെയിമില്ലാത്ത ഒരു തേർഡ് പാർട്ടി വന്നിട്ട് എന്നെ അതിൽ പോകാൻ സമ്മതിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടുത്തെ ഞാനെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഒരിക്കലും അനുവദിച്ചു കൂടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇത്. എന്ന് വെച്ചാൽ സദാചാരം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഇതൊരു അത്ര നല്ലതല്ലെന്ന് തന്നെ ഞാൻ പറയും. കാരണം വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ, നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊടുത്ത് നമുക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ആ അവകാശം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് നാട്ടിലാണ് നമ്മളിവിടെ താമസിക്കുന്നത്? നിങ്ങൾ ഈ ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി തന്നെ എടുത്തു നോക്കും. നിങ്ങൾക്ക് ഇതിനു മുമ്പ് നമുക്കൊരു വർഷം മുന്നായിട്ട് നമുക്ക് ഈ എയർടെൽ, ഐഡിയ, അതുപോലെ തന്നെ വോഡഫോൺ, BSNL ഇതൊക്കെ ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇവർക്ക് 1 GB തന്നെ അവർക്ക് ഏകദേശം ഒരു 290-300 രൂപ അവർ നമ്മളത് ഈടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ടാണ് ജിയോ എന്നുള്ള ബ്രാൻഡ് ഇവിടെ വന്നത്. വൺസ് ജിയോ വന്ന് ഈ അൺലിമിറ്റഡ് ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയവരുടെ അപ്പാടെ ഇവിടുത്തെ കസ്റ്റമേഴ്സ് എല്ലാം അവിടെ പോയി. സെയിം സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മൾ ഒരു ഫെയർ റേറ്റ് കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ് വേറെ ഒരാൾ വെളിയിൽ നിന്ന് വന്ന് ഇവിടെ ഭരിക്കുന്നത്. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ ഫെയർ റേറ്റ് കൊടുക്കുവാണെങ്കിൽ ഏതൊരാളും നിങ്ങളെ വണ്ടിയിലും കയറുന്നത്. നമുക്ക് ഊബറും അതുപോലെ ഓൺലൈൻ ടാക്സി പോകണമെന്ന് നമുക്ക് ഒരിക്കലും ഇല്ല. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫെയർ പ്രൈസ് എവിടെ കിട്ടും അവിടെ നമ്മൾ പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു ഫെയർ പ്രൈസ് പറയും, നമ്മൾ ഓക്കെ ആണെങ്കിൽ എനിക്ക് ബഡ്ജറ്റിൻ്റെത് എന്താ പറയുക, എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യും. അത്രേ ഉള്ളൂ. നമുക്ക് എവിടെ അഫോർഡബിലിറ്റി ഉള്ളത് അതേ നമ്മൾ പോകത്തുള്ളൂ, അതേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് കർണാടകയൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഊബർ ചില സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ 200-300 ചാർജ് ചെയ്യുന്നുണ്ട്. അതേ സമയം നമുക്ക് പറഞ്ഞ ലോക്കൽ ഓട്ടോസും അതും ലോക്കൽ ക്യാബിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് നമുക്കൊരു ഫെയർ പ്രൈസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒബിയസ്ലി നമ്മൾ അവിടെ തന്നെ പോകാറുണ്ട്. സോ ഈ ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ ഇഷ്യൂ വരാൻ കാരണം.